വാതിലൊക്കെ പൊട്ടി നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? നമ്മൾ ഡ്രീം വേൾഡിൽ പോവുകയാണ്. ആയിട്ട് കുറേ ആയി പറയുന്നു വെക്കേഷനായിട്ട് എവിടേക്കും പോയിട്ടില്ല, നമുക്കങ്ങനെ 2-3 ദിവസം എവിടേക്കും മാറിയിരിക്കാൻ പറ്റില്ല ഇങ്കിയുള്ളത് കാരണം കൊണ്ട്. അപ്പോൾ എന്നാൽ ഡ്രീം വേൾഡിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പോണ വഴിക്ക് കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഡ്രീം വേൾഡ് എത്തി. അവിടെ പോയപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് റേറ്റ് കുറവുണ്ടായിരുന്നു. അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാത്ത കാരണം അവിടുത്തെ ഗൈഡായിട്ടുള്ള ചേച്ചിയോട് ചോദിച്ചു. അപ്പോൾ ചേച്ചി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഓൾറെഡി മൈൻഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്നിലും കയറാൻ പറ്റില്ലല്ലോ ഇങ്കിയുള്ളത് കാരണം കൊണ്ട്. അങ്ങനെ ചെറിയ ചെറിയ റൈഡിലൊക്കെ ഞങ്ങൾ കയറിയുള്ളൂ കേട്ടോ. ഞാനും ദീപോട്ടനും ഇങ്കിയും പിന്നെ അമ്മുവും ഹസ്ബൻഡും ആയിട്ടേയും കൂടി എല്ലാ റൈഡിലും കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഊഞ്ഞാലിലൊക്കെ ആടി. ഇങ്കീനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതേ ഇതിലിരുത്തിയപ്പോൾ നല്ല ഇഷ്ടമായി ആൾക്ക്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒറ്റയ്ക്ക് ഇരുത്തി നോക്കി. അപ്പോൾ ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടി. അങ്ങനെ ഇതേ രണ്ടാളും കൂടെ ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ദീപോട്ടം വായോ വായോ വിളിക്കുമ്പോൾ രണ്ട് കൈ മുറുക്കെ പിടിച്ചിരിക്കുകയായിരുന്നു ഇറങ്ങാതെ. അങ്ങനെ ഞങ്ങളതിന് ശേഷം ഞാനിങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. എന്നെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കച്ചവടത്തിനൊന്നും ആളെ പോലെ ഉണ്ടെന്നാണ് ദീപോട്ടം പറയുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വെള്ളത്തിലൊക്കെ ഇറങ്ങി. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒന്ന് കാല് നനയ്ക്കാമെന്ന് വെച്ചിട്ട് ഒന്ന് ഇറക്കിയതാണ് കേട്ടോ. അവന് വെള്ളം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇതേ ആ നട്ടപ്പൊരി വെയിലത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു വീഡിയോ എടുത്തിട്ട്. ഇതേ പിന്നെ അതിന് ശേഷം ഇതേ അമ്മും ഹസ്ബൻഡും അതുപോലെ ദീപോട്ടനും കൂടെ ഇത് നടക്കണം. ദീപോട്ടൻ എന്തൊക്കെയോ പറയുന്നത്, നമുക്കിതിൽ പറ്റില്ല, കാരണം ആ പായയിൽ പോകുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ മാറ്റിൽ, അതൊന്നും പറ്റില്ല, ഭയങ്കര പേടിയാണ്. അപ്പം അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേട്ടോ, അവിടെ അടുത്തുള്ളവർക്കൊക്കെ എന്ത് സുഖമല്ലേ, എപ്പോൾ വേണമെങ്കിലും പോവാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ടിക്കറ്റിന് പൈസ എന്തായാലും വേണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.